ഞങ്ങള് ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറഞ്ഞു. അവർ റൂം നല്ല ടേസ്റ്റ്. നൂജുവിന്റെ ഡ്രസ് ആറിട്ട് കണ്ടില്ലേ? ചെക്കൗട്ട് ചെയ്യാറ് പരത്തിയ വട്ടത്തിലുള്ള ചപ്പാത്തിയാണ്. പ്രോട്ടീൻ, 2 മുട്ട, ഇതില് ചിക്കൻ കറി. വാട്ട്സ് ദിസ്? ഒന്നും തരില്ല കണ്ടില്ലേ? Hi guys and welcome back to my YouTube channel. Where is Nujovi? ഈ പണ്ടാരത്തിനെ കൊണ്ട് ഞാൻ മഞ്ചേരിയിൽ ഒരു സ്റ്റേക്കേഷൻ വന്നിക്കാണ്. ഗേൾ സ്റ്റേക്കേഷൻ, മെയിൻലി ഫോക്കസിങ് ഓൺ കൊളാബറേഷൻ ഓൺലി അഡൾട്ട് കണ്ടന്റ്. സോ ഞങ്ങളുടെ റൂം ഇതാണ് കേട്ടോ. സീൻ ഇവിടെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രം. ഇത് കണ്ട ലാമ്പ് നല്ലൊരു അടിപൊളി റൂമാണ്. നാളെ നൂച്ച് പൊട്ടിക്കാൻ ചാൻസ്. ഞങ്ങൾക്ക് നല്ല അടിപൊളി റൂമും നല്ല അടിപൊളി സ്പേസസ് ഒക്കെ ഉണ്ട്. ആൻഡ് നമ്മൾ കുറെ കൊളാബറേഷന്റെ വീഡിയോസും പിന്നെ ജസ്റ്റ് ചിൽ ഔട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത്. ഈ 2 ചോക്ലേറ്റ്സ് മോട്ടോന്റെ ആണ്. ഹലോ മതി, ഗേൾസ് ഓൺലി ഗേളി പ്രൊഡക്ട്സ് കാണിച്ചു കൊടുക്കേ. ഒരു ഗേളി പ്രൊഡക്ട്സ് ആൻഡ് ദിസ് ഇതിന്റെ ഒക്കെ UGC കണ്ടന്റ്സ് എടുക്കാനുണ്ട്. ആൻഡ് മോട്ടോ ഒരു ലോഡ് ഡ്രസ്സ് കൊണ്ടിട്ടാ വന്ന. ആകെ ഒരു ദിവസത്തിനാണെന്നുള്ളൂ. ഞാൻ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ ഗൈസ്. എങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഡ്രസ്സ് ഒരു ദിവസത്തിന് വേണ്ടേ? 10 എണ്ണം. അതിന് ഓൾത് കുട്ടി കുട്ടി ഡ്രസ്സാ. അതിന് പറഞ്ഞ കാര്യമില്ല, പക്ഷെ ഡ്രസ്സ് അത്രല്ലേ എടുത്തിട്ടുള്ളൂ. സോ ഇനിയിപ്പോ എന്താ ഈ എന്താ കാണിച്ചെടുക്കാൻ പറഞ്ഞേ? മേലെ ഓടാണ് ഗൈസ്. AC ഉണ്ട്. ഏസിന്റെ ആവശ്യമില്ല, നല്ല മഴയാണ്. പിന്നെ പുറത്ത് നല്ല അടിപൊളി കോർട്ട്യാർഡ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒന്നും കാണുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. ആൻഡ് പ്രോപ്പർട്ടിയിൽ ഒരു റൂമും പിന്നെ കുറച്ച് മജ്ലിസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. ദിസ് ഈസ് അവർ പ്രോപ്പർട്ടി ആൻഡ് ദിസ് ഈസ് അവർ റൂം. അവർ റൂം നമുക്ക് ഒരു അടിപൊളി അടിപൊളി ഓപ്പൺ കിച്ചൺ ഉണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. സോ ഗൈസ് ഞങ്ങള് കുറേ നേരം ഞങ്ങള് ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറഞ്ഞു. നമുക്ക് ക്ഷീണായോണ്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. ആകെ മോട്ടൊക്കെ 2 ചായ ഉണ്ടാക്കാൻ അറിയാം. അതിൻ്റെ കാണുന്നത് എന്താ പാൽച്ചായാണോ? അല്ല, പാൽച്ചായും എന്താ? ബിസ്ക്കറ്റ് മോമസ് മാജിക്. അപ്പൊ എന്നെ കെട്ടിക്കാനായിട്ടില്ല, കടിയൊന്നും ഉണ്ടാക്കി തരാനായിട്ടില്ല. നമ്മള് പാൽപ്പൊടി ഇടുന്നല്ലേ? പാൽപ്പൊടി വലിയ ഉണ്ടാവും. സോ ഞങ്ങൾ സ്റ്റവിൽ ചായ ഉണ്ടാക്കാൻ പോവാണ്. ഇന്നെങ്ങനെങ്കിലും ചായ ചൂടാക്കണ്ടേ? ആക്കിയോ? അപ്പൊ സ്റ്റവിന്റെ ആവശ്യമില്ലായിരുന്ന? പാലുണ്ടെന്ന് പറഞ്ഞേ. അതല്ലേ പറഞ്ഞു നമ്മളോട് പാൽ ചായ ഉണ്ടാക്കിക്കൂടുന്നേ. യെസ്. ഫ്രിഡ്ജിൽ പാലുണ്ടോ നോക്കാം നമുക്ക്. പാലില്ലാലോ. മേ ബി ഇതായിരിക്കും. എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വീടാ വേണ്ടത്. നിങ്ങൾക്കോ? ഇതിനേക്കാൾ വലുതാ? ശരി എന്നാ. നമ്മൾ വന്നപ്പോൾ ഉള്ള മഴ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂളിലിറങ്ങും. 9 മണി വരെയാണ് പൂളുള്ളത്. 10 മണി വരെ ഉണ്ട്. പക്ഷെ ഇന്ന് 9 മണി വരെ ഉള്ളു. പക്ഷെ പൂളില് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അല്ല, അതിന്റെ ഒച്ച എല്ലാം ഉറക്കനെ കേൾക്കും. ഇത് പരത്തിയ വട്ടത്തിലുള്ള ചപ്പാത്തിയാണ്. വട്ടത്തിലുള്ള ചപ്പാത്തിയാണ് മോട്ട ചുട്ട് കടയെടുത്താൻ പോണത്. വട്ടത്തിലുള്ള ചപ്പാത്തി കൊറേ ഉണ്ട് ഞാൻ പരത്തിട്ടുണ്ട്. പട്ടിക്ക് ചപ്പാത്തി ഇട്ടച്ചാ ഇത് കരിഞ്ഞു പോകും. എന്റെ വട്ടത്തിൽ ചൂടാറിയില്ലേ?
ചുണ ഈയല്ലേ ചൂടുന്നുള്ളേ. എന്റെ മമ്മിക്ക് വീഡിയോ കോൾ എടുക്കാറില്ലാണ്ട് എന്റെ മമ്മീനെ ഞാൻ കുറെ ആയി വീഡിയോ കോൾ ചെയ്യുന്നു. മമ്മി ചെയ്യല്ല ഓളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഫോൺ റൂമിലിട്ടേക്കും. അല്ല നമുക്ക് തിന്നണ്ടേ? യാ ഒരു പത്തിരി ഉണ്ട് രണ്ടാൾക്ക്. ആ യെസ് പൊള്ളിടുന്നുണ്ട്. മിനിറ്റിന് ഇങ്ങനെ ആക്കരുതേ. ഹലോ എന്താമ്മ ചപ്പാത്തി വിടാ? പ്ലേറ്റ് ഒക്കെ എടുത്തൊക്കെ ചപ്പാത്തി വാങ്ങിക്കുന്നു. ഉണക്ക ചപ്പാത്തി വാങ്ങി ചൂടാ. അങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ എന്നൊക്കെ. ആ നമുക്ക് തിന്നണ്ടേ? എമ്മല്ലേലും ഉണ്ടാക്കി തരേ. അത് അങ്ങനെ റൗണ്ട് അടിക്കേണ്ട ആവശ്യമില്ല. അമ്മ അങ്ങനെ അങ്ങനെ ആക്കൂലമ്മ. അത് ഉമ്മ ഉണ്ടാക്കിയ പറ്റുന്ന ഓൾറെഡി ഉമ്മ അങ്ങനെ ആക്കുന്നത് കാണാൻ. ചപ്പാത്തി 2 തരം കറിയുണ്ട്. മീൻകറിയും അല്ല അയിലക്കറിയും ഉണ്ട്, കേദർ കറിയും. ആ രാവിലെ രാവിലെ ആ ഉറങ്ങളെ കാട്ടിലൊരു പൂളും ഉണ്ട് ചാടി ചാവാൻ. ഓ പൂളൊക്കെ അടിപൊളിയാ. അതാണ് ഗൈസ് നമ്മുടെ റിസോർട്ടിലെ പൂള് വരുന്നത്. ഭയങ്കര ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിയ പൂളാണ്. ഷേക്കിന് ഉജുനും ഇതിൽ മുങ്ങി കുളിച്ച് കയറാം ഇങ്ങോട്ടേക്ക്. ഇതാണ് നമ്മുടെ എന്താ പറയുക കയറി വരുമ്പോഴത്. ഇവിടെയൊക്കെ ഫുള്ള് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കിച്ചൺ കാണിച്ചു തരാം. കിച്ചൺ ഓൾറെഡി ഇന്നലെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ലൈറ്റിൽ കണ്ടോ നുജു ഇവിടെ കിടന്ന് ഡാൻസ്. എന്തെന്നാ നുജുവോ ഇതൊക്കെ? നുജുവിന്റെ ഡ്രസ്സ് ആറിട്ട് കണ്ടില്ലേ? എന്തോ ചെയ്യാൻ. സോ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉച്ചക്ക കഴിക്കാൻ പോണത്. കാരണം അത്രയും ബിസി ഷെഡ്യൂൾസ് ഉള്ള നമുക്ക് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതേ തിന്നുന്ന തിരക്കിലായിട്ട് രാവിലെ നമ്മളൊരു ചാലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിന്നുന്ന തിരക്കിലായതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇത് നമുക്ക് നഞ്ഞ ഡ്രസ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ വി ഹാവ് ഇടിയപ്പം ആസ് വെൽ ആസ് പുട്ടു ആസ് വെൽ ആസ് പ്രോട്ടീൻ ആൻഡ് മുട്ട. ഇതിൽ ചിക്കൻ കറി. ദെൻ വി ഹാവ് നല്ല നാടൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് നല്ല ചിക്കൻ കറിയും. പിന്നെ ഇതാ പുട്ടുണ്ട്. നുജുന്ന് പുട്ടിൽ ചാവുമെന്നാണ് പറഞ്ഞത്. പുട്ട് തിന്ന് 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 മോട്ട തള്ളും ഗൈസ്. കോഫിയാണോ? നോ. ചായ? യാ. തെരുവിലടി. നുജുവിന് വേണ്ടി എന്തെന്നല്ല പറയാറിയില്ലേ, ചെയ്തോണ്ടാ തെരുവിലടി മേടിച്ചോണ്ടാ. അങ്ങനെ നീ ഇപ്പൊ ഇതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. സീനല്ലേ ഗൈസ്, ഇതൊക്കെ അടിപൊളിയാണ്. സോ ലെറ്റ്സ് ഹാവ് ഫുഡ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് ചായ ആണത്. സോറി, നായി പോലത്തെ ഒന്നും തരില്ല കണ്ടില്ലേ. ചായ പിന്നെ ഇടിയപ്പം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടിയപ്പം ഉണ്ട്. പിന്നെ പുട്ടും നല്ല പുട്ടുണ്ട്. എനിക്ക് പുട്ട ഇഷ്ടപ്പെട്ടത്. പുട്ടടിക്കുന്നു, ഞാൻ ഇടിയപ്പം അടിക്കുന്നു. അത് കഴിഞ്ഞ് പുട്ടും അടിക്കും. തള്ളും. പിന്നെ അത്ര തള്ളൂല. പ്രോട്ടീൻ ഒരു പിടി ആപിച്ച സത്യമായിട്ടും ആബിച്ചന്റെ ഫുഡിന്റെ അത്ര ഒരു പിടി ആപിച്ച നല്ല ടേസ്റ്റ് ആണ് ആബിച്ച. ഇഫ് യു ആർ വാച്ചിങ് ദിസ് ആ വീഡിയോ, ഷീ ഈസ് ഒബ്സെസ്ഡ് വിത്ത് യു. എന്തോ വർത്തിക്കലാണ് വയറൊന്ന് ആപിച്ച. ജെനുവിൻ കാര്യങ്ങൾ നമ്മൾ ജെനുവിൻ ആയിട്ട് പറയണല്ലേ. കുറച്ച് മുമ്പ് നമ്മൾ ജെനുവിനായിട്ട് കാണിച്ചായിരുന്നു. ഇതാണോ പറയല്? നെക്സ്റ്റ് നടക്കാൻ പോകുന്ന സെഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യാനുണ്ട് കേട്ടോ. ഇത്രയും പ്രൊഡക്ട്സ് പകുതിയേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും ആൾക്കാർ അതിൻ്റെ ലിങ്ക് ചോദിക്കണം. അപ്പം അത് ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കും. ലൈക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കില്ല ഗെറ്റ് റെഡി വിത്ത് മീനും. ഇത്രയും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്യാണ്ട് ആൻഡ് ഓൾമോസ്റ്റ് 14 ഡ്രസ്സസിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഈ സാധനത്തിൻ്റെ ഒക്കെ ലിങ്ക് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഫേസസ് കാനഡേൻ്റെ ലിപ്സ്റ്റിക്ക്, സ്വിസ് ബ്യൂട്ടീൻ്റെ നല്ല അടിപൊളി ബ്ലഷാണ് കേട്ടോ.
ആൻഡ് NYBൻ്റെ അടിപൊളി റെഡ് ലിപ്സ്. ഇതൊക്കെ അഫോർഡബിൾ ആണ്. 100-300 ആയിട്ടാണ് വരുന്നത്. ഇത് നല്ലൊരു ഐ സ്റ്റിക്കാണ് കേട്ടോ. ഈ ഐ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അറിയാത്ത ആൾക്കാർക്കുള്ളത്. ആൻഡ് ഇത് ഡെർമാക്ക് വിഷ് കെയറിൻ്റെ ഒരു ഹെയർ സെറമാണ്. ഹെയർ ഫോളിനും ഫ്രിഡ്ജിനെസ്സിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി. എന്ത് അടിപൊളി മാസിൻ്റെ മസ്കാരാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. ആൻഡ് ഇത് സ്ട്രോപ്പ് ക്രീം. ഇത് കയ്യാനയക്കുന്നത്. ഇതിൻ്റെ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ കയ്യാനയക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഇടുമ്പം അതങ്ങനെ തിളങ്ങി മറിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോകണം. ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ്. എന്താ ഇത്? വാട്ട്സ് ദിസ്? ഫുള്ള് ഇവിടെയുള്ള എല്ലാ സാധനവും പെറുക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഞാനിടുന്ന ഈ ഒരു ടോപ്പാണ്. ഹൗ ഇസ് ഇറ്റ്? ഒരു ബ്രൗൺ ജീൻസും ഒരു പ്രിൻറ്റഡ് ടോപ്പും. സെറ്റപ്പ് അല്ലേ ഗൈസ്? ഇതൊക്കെ മോട്ടോ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന ഫുഡാണ്. സോ ഞങ്ങൾ ബൈ പറയുകയാണ് ഈ ഒരു പ്രോപ്പർട്ടീനോട്. ബൈ പറയോ, ബൈ പറയോ. ഓ നമ്മൾ പ്രോപ്പർട്ടീന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ. ഹൗ വാസ് യുവർ ഡേ വിത്ത് മീ? ഇറ്റ് വാസ് പ്രഷ്യസ്. 10ൽ എത്ര റേറ്റ് ചെയ്യും? 10. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിന്ന് ഇതിൻ്റെ ഇടയിൽ കുറേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചു, ഷൂട്ട് ചെയ്തു, അങ്ങനെ കുറേ സമയം അത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മളതായിട്ടുള്ള സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. യെസ്. സോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇറങ്ങാണ്. ഇപ്പം സമയം ഏകദേശം 4:30. നമ്മൾ ഇന്നലെ വന്ന സമയം ഏകദേശം ഒക്കെ 24 hours. 24 hours നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ പോവാണ് ഗായ്സ്. സോ എൻ്റെ ഡ്രസ്സ് നോക്കൂ ഗായ്സ്. See you in another video. Check. So bye guys and അടുത്ത വീഡിയോയിൽ കാണാം. Bye.